നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാക്കി സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ മറ്റൊരു വിദ്യാലയത്തിൽ പ്രവേശനം നേടുന്നതിന് മുമ്പായി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും TC വാങ്ങേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂളിൽ നേരിട്ടെത്തി TC നമ്മൾക്ക് കൈപ്പറ്റാൻ സാധിക്കില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് TCക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഈ കാണുന്ന sampurna.kite.kerala.gov.in എന്നുള്ള ലിങ്ക് അഡ്രസ്സിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ സെർച്ച് കൊടുക്കുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണയുടെ ഹോം പേജിൽ നാം എത്തിച്ചേരുന്നതാണ്. ഓൺലൈൻ അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ സ്കൂളിൽ നേരിട്ടെത്താതെ തന്നെ പുതിയ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ പ്രവേശനം നേടാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. TCക്ക് അപേക്ഷ നൽകാനായി ഈ കാണുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ എന്ന ഈ ഒരു പേജിൽ ആദ്യമായിട്ട് നമ്മൾ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. നാം ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ കൊടുക്കുക. ഇവിടെ ക്ലാസ് എന്നതിന് നേരെ നിലവിൽ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സാണ് നൽകേണ്ടത്. ഡിവിഷൻ കൊടുക്കുക. അഡ്മിഷൻ നമ്പർ കഴിഞ്ഞ വർഷം കുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. റീസൺ ഫോർ ലീവിങ്, സ്കൂൾ മാറ്റത്തിനുള്ള കാരണം എന്ന ഈ പേജിൽ നമുക്ക് ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ അല്ലെങ്കിൽ എന്താണോ കാരണം അതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം ഏത് ജില്ലയിലാണോ ആ ജില്ല ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും തിരഞ്ഞെടുക്കുക. സെലക്ട് പ്രസൻറ്റ് സ്കൂൾ, നിലവിൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം ഡ്രോപ്പ് ഡൗണിൽ നിന്നും തിരഞ്ഞെടുക്കുക. കുട്ടി പുതുതായി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാലയം ഏത് ജില്ലയിലാണ് എന്ന് കണ്ടെത്തി സെലക്ട് ചെയ്യുക. വിദ്യാർത്ഥി പുതുതായി ചേരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാലയം ഏതെന്ന് ടൈപ്പ് ചെയ്ത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ആർ യു ഷുവർ ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി, നമ്മളുടെ അപേക്ഷ നൽകി കഴിഞ്ഞു. ഇവിടെ ഒരു റഫറൻസ് നമ്പർ കാണാം. അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ TCയുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ നമുക്കിത് ആവശ്യമുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലായി നാം അപേക്ഷ നൽകിയ TCയുടെ സ്റ്റാറ്റസ് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഇതിൽ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച റഫറൻസ് നമ്പർ കൊടുക്കുക. മുമ്പ് നാം എൻ്റർ ചെയ്ത് കൊടുത്തിരുന്ന മൊബൈൽ നമ്പറും കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ വിവരങ്ങളും ഉള്ള ഒരു ടാബ് കാണാം. അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇൻ പ്രോസസ്സിംഗ് എന്ന് കാണാം. നാം നൽകിയ അപേക്ഷ സ്കൂൾ അധികൃതർ നോക്കി അത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന്. ആ TCയുടെ ഒരു നമ്പറും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ TCയുടെ ഒരു കോപ്പി ഇവിടുന്ന് പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. TC പുതിയ വിദ്യാലയത്തിലേക്ക് അയച്ചു എന്ന ഒരു മെസ്സേജും താഴെ കാണാം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ TC റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ റിജക്റ്റഡ് എന്ന ഒരു മെസ്സേജ് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ന്യൂ ആപ്ലിക്കേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയ അപേക്ഷ വീണ്ടും നൽകാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളുടെ TCക്ക് അപേക്ഷ നൽകുന്നത്.